നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പുൽക്കാടുകൾ നിറഞ്ഞ തൃത്താല വെള്ളിയാങ്കല്ല് ഭാരതപ്പുഴയിൽ വീണ്ടും തീപിടുത്തം. ബുധനാഴ്ച ഉച്ചയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ വെള്ളിയാങ്കല്ല് പാലത്തിന് പടിഞ്ഞാറേ വശത്തെ പുഴയിലെ പുൽക്കാട് കത്തിനശിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ ഭാഗത്തെ പുൽക്കാടുകൾക്ക് തീപിടിച്ചത്. പുഴയിൽ ഇറങ്ങിയ സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാണെന്നാണ് നിഗമനം. ചെറിയ തുരുത്തുകളിലും മറ്റുമുള്ള പുൽക്കാടുകൾ കത്തിനശിച്ചു. ഒട്ടേറെ പക്ഷികളും ജന്തുജാലങ്ങളുമെല്ലാം അഗ്നിക്കിരയായി. പുഴയിൽ മദ്യപിക്കാനും ചൂതാട്ടത്തിനും എത്തുന്ന സംഘമാണ് തുടർച്ചയായി പുഴയിൽ ഉണ്ടാകുന്ന അഗ്നിബാധയ്ക്ക് പിന്നിലെന്ന് പരാതിയുണ്ട്. നിരവധി തവണ തീപിടുത്തം ഉണ്ടാകാറുണ്ടെങ്കിലും ഇതിന് പിന്നിലെ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താനാകാത്തത് ഈ പ്രവൃത്തികൾ വീണ്ടും ആവർത്തിക്കാൻ ഇടവരുത്തുകയാണ്. വിവിധയിനം പക്ഷികളുടെയും ജന്തുക്കളുടെയും എല്ലാം ആവാസ വ്യവസ്ഥ കൂടിയാണ് തീപിടുത്തത്തിൽ നശിക്കുന്നത്. വിളയൂർ കൈപ്പുറം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ അടുത്ത ദിവസം ആരംഭിക്കും. പ്രവൃത്തികളുടെ ഭാഗമായി തിരുവേഗപ്പുറ കാളച്ചിറയിൽ ഓവുപാലത്തിന്റെ പുനർനിർമ്മാണമാണ് ആദ്യം നടത്തുന്നത്. പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. വിളയൂർ കൈപ്പുറ റോഡിന്റെ നവീകരണ പ്രവൃത്തികളുടെ മുന്നോടിയായാണ് മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ റോഡ് സന്ദർശിച്ചത്. റബ്ബറൈസിംഗ് പ്രവൃത്തികളാണ് പാതയിൽ നടപ്പാക്കുക. നവീകരണത്തിന് മുന്നോടിയായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു MLA സ്ഥലം സന്ദർശിച്ചത്. 10 വർഷം മുമ്പ് BMBC ചെയ്ത് നവീകരിച്ച റോഡിൽ കുഴികൾ രൂപപ്പെട്ട് ഗതാഗതത്തിന് വിഷമം നേരിട്ട സാഹചര്യത്തിലാണ് ഓവർലേ ചെയ്ത് നവീകരിക്കുന്നത്. ഇതോടൊപ്പം 45 വർഷത്തിലധികം പഴക്കമുള്ള ഓവുപാലങ്ങളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. തിരുവേപ്പുറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കാളഞ്ചിറയിലെ 2 ഓവുപാലങ്ങളാണ് പുതുക്കി പണിയുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്നും മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. എടപ്പലം പേരടിയൂർ ഭാഗത്ത് ആവശ്യമായ സ്ഥലങ്ങളിൽ പാർശ്വഭിത്തി നിർമ്മിക്കുന്നുണ്ട്. മറ്റിടങ്ങളിലും പാർശ്വഭിത്തി നിർമ്മാണം ഉണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായി വരികയാണെന്നും മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. കൈപ്പുറം വിളയൂർ റോഡ് വളരെ പ്രധാനപ്പെട്ട റോഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പല ഭാഗങ്ങളിലും കുഴികളാവുകയും അതോടൊപ്പം തന്നെ ഇനി BC ഓവർലേ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ ഒരു ഓവർലേ ചെയ്തുകൊണ്ട് റോഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഫണ്ട് നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നതാണ്. 5 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചു. എന്നാൽ കളാഞ്ചിറപ്പടി അടക്കം എടപ്പലം അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ സൈഡ് ഇടിഞ്ഞ് അതോടൊപ്പം തന്നെ നമുക്ക് കൾവർട്ടുകളുടെ പ്രശ്നം കാരണം നമുക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 76 ലക്ഷം രൂപയോളം അതിനുകൂടി അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ കാളാഞ്ചിറപ്പടിയിലെ 2 കൾവർട്ടുകൾ ഇതിന്റെ ഭാഗമായി പൊളിച്ച് ചെയ്യാൻ തീരുമാനിച്ചു. സൈഡ് അത്യാവശ്യം സ്ഥലങ്ങൾ ആളുകൾ വിട്ടുതരുന്നതിനനുസരിച്ച് സൈഡ് കെട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളെ എടപ്പലത്ത് സ്കൂളിന്റെ ഭാഗത്തായിട്ട് പൊളിഞ്ഞിട്ടുള്ള ഭാഗം അതും നവീകരിക്കാൻ 2 സൈഡും പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കും. നമ്മുടെ പേരടിയൂര് ഭാഗത്ത് വിളയൂരിലേക്ക് പോകുന്ന ഭാഗത്തും സൈഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വർക്കും കൂടി ഇതിന്റെ ഭാഗമായി നടക്കും. ഒപ്പം തന്നെ നമ്മൾ കൊപ്പം വളാഞ്ചേരി റോഡ് ചെയ്തതുപോലെ തന്നെ ഇതിന്റെ ഒരു BC ഓവർലേ ചെയ്തുകൊണ്ട് റോഡ് നവീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ നേരത്തെ ഈ BMBC ചെയ്യുന്ന സമയത്ത് നിരവധി ഭാഗങ്ങളിൽ 10-45 വർഷമായി പഴക്കമുള്ള കൾവർട്ടുകളുണ്ട്. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ പല കൾവർട്ടുകൾക്കും ഇനിയും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് പടിപടിയായി ചെയ്യുന്നതിനും കൂടുതൽ 2 സൈഡും പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടി അഡീഷണൽ ആയിട്ടുള്ള പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ചാലിശ്ശേരി പഞ്ചായത്തിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ യോഗം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവി അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി റംല വീരാൻകുട്ടിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. പാർട്ടി നിരീക്ഷകനായ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി K ബാബുനാസർ, തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളയഞ്ഞാലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. UDFന് തുടർഭരണം ലഭിച്ച പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിലെ AP രാമദാസ് പ്രസിഡന്റാകും. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായത്. ബ്ലോക്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AP രാമദാസിനെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കുവാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമായി. പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ ചേർന്ന യോഗത്തിലായിരുന്നു ഈ തീരുമാനം. പാർലമെന്ററി പാർട്ടി ലീഡറായും AP രാമദാസിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം CP മുഹമ്മദ്, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത്. കൊപ്പം ഡിവിഷനിൽ നിന്നുമാണ് AP രാമദാസ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. KPSTA ജില്ലാ പ്രസിഡന്റ്, സെറ്റോ ജില്ലാ കൺവീനർ, കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, DCC നിർവാഹക സമിതി അംഗം, കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ AP രാമദാസ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഏകകണ്ഠേനയായിരുന്നു AP രാമദാസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തീരുമാനിച്ചതെന്ന് CP മുഹമ്മദും CV ബാലചന്ദ്രനും പറഞ്ഞു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി പ്രിയങ്കരനായ AP രാമദാസിനെ തീരുമാനിക്കേണ്ടതായി. അദ്ദേഹം 27-ാം തീയതി UDFന്റെ
ധാരണയനുസരിച്ച് അദ്ദേഹം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം ദീർഘകാലം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച, അതുപോലെ തന്നെ പാർലമെൻ്ററി രംഗത്തും പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിലുമൊക്കെ തന്നെ പ്രവർത്തിച്ച നേതാവാണ്. മികച്ച ഒരു പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം നേതൃത്വത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി ശ്രീ രാമദാസ് മാഷ് ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ്. ഇന്ന് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗം എൻ്റെയും KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ്റെയും സാന്നിധ്യത്തിൽ ചേർന്ന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ദീർഘകാലം അധ്യാപക നേതാവ് എന്നുള്ള നിലയിലും കോൺഗ്രസ് പാർട്ടി നേതാവ് എന്നുള്ള നിലയിലും ഈ പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് രാമദാസ് മാഷ്. ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവേശ്വരനായ ജഗദീശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് K രാമദാസ്, M രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ AP രാമദാസ്, ജയശങ്കർ കൊട്ടാരത്തിൽ, VM മുസ്തഫ, ഉണ്ണികൃഷ്ണൻ, CP വനജ, ശ്രീവിദ്യ രാജേഷ്, ആര്യ സുജീഷ് തുടങ്ങിയവരും പങ്കെടുത്തു. കുലിക്കല്ലൂർ പഞ്ചായത്തിൽ കോൺഗ്രസിലെ മിസിത സൂരജ് വൈസ് പ്രസിഡന്റാകും. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരുന്നു തീരുമാനം. കുൽക്കല്ലൂർ പഞ്ചായത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മിസിത സൂരജിനെ നിർത്താൻ തീരുമാനമായത്. മണ്ഡലം പ്രസിഡന്റ് MP മുഹമ്മദ് നൂറുദ്ദീന്റെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ യോഗം നിയന്ത്രിച്ചു. പാർലമെന്ററി പാർട്ടി ലീഡറായി രാജൻ പൂതലിനെയും ചീഫ് വിപ്പായി സുനിത രാജനെയും തിരഞ്ഞെടുത്തു. കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം മുന്നണി ധാരണയനുസരിച്ച് മുസ്ലിം ലീഗിനായതുകൊണ്ട്, ആദ്യത്തെ 2.5 വർഷക്കാലം മുസ്ലിം ലീഗിനായതുകൊണ്ട് ഉപാധ്യക്ഷ സ്ഥാനമാണ് കോൺഗ്രസിന് ലഭ്യമായിട്ടുള്ളത്. ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീമതി മിസിത സൂരജിനെ ഐക്യകണ്ഠേന പാർലമെന്ററി പാർട്ടി യോഗം തിരഞ്ഞെടുത്തു. അവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. കുൽക്കല്ലൂർ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും എല്ലാ തരത്തിലുള്ള പുരോഗതിക്കും വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ. എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ ക്രിസ്തുമസ് ആഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കേക്ക് മുറിച്ചായിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത്. പട്ടാമ്പി സിവിൽ സ്റ്റേഷനിലെ വിവിധ ഓഫീസുകളിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് ആഘോഷം കൊണ്ടാടിയത്. തഹസിൽദാർ TP കിഷോർ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ക്രിസ്മസ് അപ്പൂപ്പിന്റെ വേഷവിധാനങ്ങളോട് കൂടിയുള്ള ആഘോഷ പരിപാടികളാണ് ഇവിടെ നടന്നത്. നിരവധി ജീവനക്കാർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ഈ കേക്ക് ആവശ്യമായ മറ്റ് സാമ്പത്തിക ചെലവുകളെല്ലാം അയൽ കമ്മിറ്റിയുടെ നമ്മുടെ കൂട്ടായ്മയുടെ സാമ്പത്തിക സമാഹരണത്തിലൂടെ കൂടി കണ്ടെത്തിയതാണ്. അത് നമ്മുടെ കൂട്ടായ്മയ്ക്ക് കൂടുതൽ പേരെ നിൽക്കും. നമുക്ക് കൂടുതൽ കൂട്ടായി മുന്നോട്ട് പോകാം. എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷമാണ്. ചാലിശ്ശേരി SSC UP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി. ഗ്രാമപഞ്ചായത്ത് അംഗം ആനി വിനു ഉദ്ഘാടനം ചെയ്തു.
കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷനായി. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മിത്രാപോലീത്ത മുഖ്യാതിഥിയായി ക്രിസ്തുമസ് സന്ദേശം നൽകി. സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ആത്മായ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു, എഡ്യൂക്കേഷണൽ ബോർഡ് അംഗം പി രാജു, PTA പ്രസിഡന്റ് റിയാനത്ത്, MPTA പ്രസിഡന്റ് CRC കോർഡിനേറ്റർ ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ക്രിസ്തുമസ് കരോൾ ഗാനങ്ങൾ ആലപിച്ചു. വിവിധ ആഘോഷ പരിപാടികളും ഉണ്ടായി. പരീക്ഷാ ചൂടൊഴിഞ്ഞതോടെ ക്ലാസ് മുറിയിൽ കൊച്ചുമിടുക്കികളുടെ തകർപ്പൻ നൃത്തം. ചാലിശ്ശേരി പെരുമണ്ണൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 2ാം ക്ലാസ്സുകാരുടെ വൈറൽ ഡാൻസ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാണ്. പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ പൂട്ടുന്നതിന്റെ ആവശ്യത്തിൽ പെരുമണ്ണൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 2ാം ക്ലാസ്സുകാർ നടത്തിയ തകർപ്പൻ ഡാൻസ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുന്നു. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ചുവടുകളും കാണികളെ അമ്പരിപ്പിക്കുന്ന എനർജിയുമാണ് ഈ കൊച്ചുമിടുക്കികളുടെ പ്രകടനത്തെ ശ്രദ്ധേയമാക്കുന്നത്. ക്രിസ്തുമസ് പരീക്ഷകൾക്ക് ശേഷം അവധിക്ക് പിരിയുന്നതിന് മുന്നോടിയായി ക്ലാസ് മുറിയിൽ വെച്ചായിരുന്നു കുട്ടികളുടെ ഈ തകർപ്പൻ കലാപ്രകടനം. കുട്ടികളുടെ തനതായ ശൈലിയിലുള്ള ചടുലമായ നീക്കങ്ങൾ കണ്ട് ക്ലാസ് ടീച്ചർ തന്നെയാണ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. അധ്യാപിക പങ്കുവച്ച വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു. കുട്ടികളുടെ നിഷ്കളങ്കമായ ചിരിയും പ്രസരിപ്പും നിറഞ്ഞ ഈ നൃത്തം ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് കണ്ടത്. ഇതാണ് യഥാർത്ഥ സ്കൂൾ കാലഘട്ടമെന്നും കുട്ടികളുടെ ഊർജ്ജം അപാരമെന്നുമാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പെരുമണ്ണൂർ GLP സ്കൂളിലെ അധ്യാപകർക്കും അഭിനന്ദന പ്രവാഹമാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റ് ക്രിസ്തുമസ് പുതുവത്സര സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഏകോപന സമിതി അംഗങ്ങൾക്കുള്ള സമ്മാനങ്ങളുടെ വിതരണ ഉദ്ഘാടനം യൂണിറ്റ് പ്രസിഡന്റ് KR ബാലൻ നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി TP ഷക്കീർ, ട്രഷറർ PV സുധീർ, പ്രോഗ്രാം കോർഡിനേറ്റർ സുഭാഷ്, വാർഡ് ലീഡർമാരായ സലിം ചുങ്കത്ത്, PV ഉമ്മർ, സഹദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാപാരികൾക്ക്, ഏകോപന സമിതിയിൽ അംഗങ്ങളായ ആളുകൾക്ക് ന്യൂ ഇയർ ക്രിസ്തുമസ് ആശംസകൾ അറിയിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സമ്മാനം നമ്മുടെ കൂറ്റനാട് യൂണിറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ നൽകിക്കൊണ്ട് ഞങ്ങളുടെ പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമ്മാന വിതരണവുമായി ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കൂറ്റനാട് യൂണിറ്റിലെ ഏകദേശം 400ഓളം വരുന്ന അംഗങ്ങൾക്കാണ് ഇന്ന് ഞങ്ങൾ ഈ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.